സക്കറിയ സാറിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞല്ലേ? അത് ഞാൻ ഏറ്റു. ആ ഹലോ, ഹോസ്പിറ്റലിലെത്തിയാ? സുനന്ദേച്ചി കൂടെ ഉണ്ടാടി? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ആ ഒന്നിപ്പഴച്ച 3. ആ ദൈവം ചിലപ്പോൾ ഇതായിരിക്കും നമുക്ക് വേണ്ടി കരുതി വെച്ചേക്കുന്നത്. നീ ധൈര്യമായിട്ട് പോയിട്ടോ. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വിളിക്കണേ. ശരി. ആ ഞാൻ ട്രിപ്പില്ല. ശരി. വൈഫാ? ഓ, പുള്ളിക്കാരിക്ക് ഭയങ്കര ടെൻഷനാ. ഒന്നിപ്പഴിച്ച 3 പറഞ്ഞത് ആദ്യത്തെ 2 പെൺകുട്ടികളായിരുന്നല്ലേ? പക്ഷെ അവിടെ ആയിട്ടാണേ, അങ്ങോട്ട് നടന്നാൽ മതി. ഞാൻ ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട്. പടം നിങ്ങളോട് കാര്യം പറയാതാണോ അവര് പോയെ? വീട് കട, വീട് പള്ളി, വേറെങ്ങും പോകുന്ന പതിവില്ല. അതിപ്പോ കുട്ടിച്ചനായാലും ശരി, ജെസി മോളായാലും ശരി. വേളാങ്കണ്ണി പള്ളിയിലൊക്കെ പോറുണ്ടെന്നാണല്ലോ നിങ്ങളുടെ പെണ്ണുമ്പിള്ള പറഞ്ഞ. നീ എങ്ങനെ പറഞ്ഞായിരുന്നോടി? അത് പിന്നെ SI സാറ് ഫോൺ ചെയ്തപ്പോഴേ പറഞ്ഞായിരുന്നു. പക്ഷെ വേളാങ്കണ്ണിക്ക് തന്നെയാണോ പോയെന്ന് ഉറപ്പൊന്നുമില്ല സാറേ. മൊത്തത്തിലൊരു ഒളിച്ചു കളിയാന്നല്ലോ. ഏത് പള്ളിയിൽ പോവാന്നേലും അത് ഈ കൊച്ചിനോടെങ്കിലും ഒന്ന് പറയണ്ടായിരുന്നു. ഇതിപ്പോ 2-3 ദിവസം ആയില്ലേ. മോളിക്ക് വന്നേ, പേടിക്കണ്ട, ഈ വന്നേ. അമ്മ എവിടാ പോയത്? മോക്കറിയാം, പറ. അവര് പള്ളിയിൽ പോയിട്ട് ചിലപ്പോ തൊമ്മേക്കാണ് കോളേജിൽ പോയതായിരിക്കും. അപ്പാപ്പനും അമ്മച്ചിയും കള്ളം പറയാൻ പറഞ്ഞ് പഠിപ്പിച്ചായിരുന്നോ? അവൻ്റെ പേര് കേട്ടോ എനിക്ക് കലി വരും. കഴിഞ്ഞ 1 മാസമായിട്ട് അവൻ എന്നെ ഇട്ട് നക്ഷത്രം എണ്ണിച്ചോണ്ടിരിക്കുക. അതെന്നാ സാറേ? 2 വരാന്ന് പറഞ്ഞല്ലേ അവൻ മുങ്ങിയത്, അതും സീസണിന്റെ പീക്ക് ടൈമിൽ. ദാ കണ്ടില്ലേ, അവരെ വെച്ച് പ്രോഗ്രാം ചെയ്യാനായിരുന്നു ഞാൻ ഈ ബോർഡെല്ലാം വെച്ചത്. ഇന്നിപ്പം വേറൊരുത്തനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ അവനാന്ന് വിട്ട് ശരിയാവുന്നില്ല. അതെന്നായിരുന്നു സാറേ അവനോട് പോയത്? ജയന്ത, നമ്മുടെ KVMലെ പ്രോഗ്രാം എന്നായിരുന്നു September 19th. ആ, അപ്പോൾ September 14th അവൻ ഇവിടുന്ന് പോയത്. സക്കരയുടെ മോൻ്റെ കൂടെ അല്ലേ പോയത്? ഒരുമിച്ച് ബൈക്കിലാണല്ലോ പോയെ. മോന്റെ കൂടെ? ആ, അങ്ങനെ എന്നോട് പറഞ്ഞു. കണ്ടപ്പം മോനെന്ന് തന്നെ എനിക്കും തോന്നിയത്. പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് പോയത് കൊണ്ട് പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല. ആരെ വിശ്വസിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. കോവിലാൻ പോയ ആരും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇച്ചയെ കണ്ട ആരും പറഞ്ഞില്ല. ഒരു പിടിയും കിട്ടുന്നില്ല. സ്വന്തം കെട്ടിയോനെയും മോനെയും ഒരു പിടിയും കിട്ടുന്നില്ല. മോൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന് പറയുമ്പോ അത് തൊമ്മി തന്നെയാണെന്ന് തന്നെ ഉറപ്പ്. നാട്ടുകാരൊക്കെ പറയുന്ന പോലെ ഇനി വേറെ വല്ലതോ മറ്റോ. എന്താ മോളെ നീ പറയുന്നത്? ആ ഹലോ. ആ ഞാൻ നാട്ടിലോട്ട് തിരിച്ചടി.
ഒറ്റയ്ക്കല്ല, ഒരു ഫാമിലി ഉണ്ട്. അവർ കോട്ടയത്തേക്ക്. അവരെ മംഗലാപുരത്ത് വിട്ടിട്ട് ഞാനങ്ങ് വരും. ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി? അഡ്മിറ്റാ? എന്താ സുമ? നീ വിഷമിക്കാതിരിക്കെ, ഞാനങ്ങോട്ട് വരല്ലേ. ശരി. അതെ മാഷേ, ഓ ഈ സക്കറിയ മാഷും മോനും കൂടെ നാട്ടിലോട്ടാണ് പോയതെങ്കിൽ ഈ ടോൾ വഴിയേ പോകാൻ സാധ്യതയുള്ളൂ. ഇവിടെ ആകുമ്പോൾ CCTV ഉണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? ഇനി ഒരു പക്ഷേ മോൻ ഒറ്റയ്ക്കാണ് തിരിച്ചു പോയതെങ്കിലോ? വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോക്കാം നോക്കാം. നിർത്തിയേ, എടുക്കറക്കോ. ഒന്ന് പൊറോട്ട എടുത്തേ. പൊറോട്ട് ഓക്കെ, ബെസ്റ്റ് ബെസ്റ്റ്. ദേ തുമ്മി. കുട്ടിച്ച തുമ്മി. എവിടെ? ദാ, നോക്ക്. കൂടെയുള്ളതാരാ? അല്ല, കൂട്ടുകാരനാ. വെയിറ്റ് കറോ. हो गया ना? नहीं नहीं नहीं, वेट करो. അതെ, ഈ നമ്മുടെ സക്കറിയ സാറിനെ മോൻ കൂട്ടിക്കൊണ്ടുപോയത് ഏത് ഡേറ്റ് എന്നാ ഉസ്താദ് പറഞ്ഞത്? സെപ്റ്റംബർ 14. സെപ്റ്റംബർ 14. ബൈ സെപ്റ്റംബർ 14th ഈവനിങ് 4 o'clock से पूरा चक्कर. ठीक है. ശരിക്കും ശ്രദ്ധിച്ചോണേ. നിർത്തിക്കേ. പൊറോട്ട എടുത്തേ. പൊറോട്ട റിവേഴ്സ് കറോ. അത് ഇനിയിപ്പോ ടെൻഷൻ അടിക്കണ്ട. ഗോവ വിട്ടിട്ടുണ്ട്. മോനുമായിട്ടല്ലേ പോയത്. ഇനിയിപ്പോ മംഗലാപുരത്തോട്ടാണ് പോയതെങ്കിൽ അടുത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമുക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാം. അവര് നാട്ടിലേക്കാണോ പോയെന്നറിയാൻ അതിനും വഴിയുണ്ട്. വരണം. താങ്ക് യു.